ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിം ടെല്ലർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാൻ പറ്റുന്ന ഒരു സർവൈവൽ സ്റ്റോറിയാണ്. 2026 പുറത്തിറങ്ങിയ ദ ഡ്രിഫ്റ്റ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മഞ്ഞുപാളികൾ, -ഡിഗ്രി തണുപ്പ്, സഹായത്തിന് വിളിച്ചാൽ കേൾക്കുന്ന ആരുമില്ലാത്തൊരവസ്ഥ. അവിടെയാണ് എമിലി എന്ന ഈ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുന്നത്. ഒരു നിമിഷം മതി ആ തണുത്തുറഞ്ഞ വെള്ളത്തിൽ വീണ് മരിക്കാൻ. പക്ഷേ അവിടെ അവൾ തന്റെ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി നടത്തുന്നത് അതിഭീകരമായൊരു പോരാട്ടമാണ്. റെസ്ക്യൂ ടീം വരുന്നുണ്ട്, പക്ഷേ അവർ തിരയുന്നത് മറ്റൊരിടത്താണ്. എന്താണ് എമിലിക്ക് സംഭവിച്ചത്? ആ മരണക്കണിയിൽ നിന്ന് അവൾ രക്ഷപ്പെടുമോ? നമുക്ക് നോക്കാം. അന്റാർട്ടിക്കയിലെ ഈ അനന്തമായ മഞ്ഞുപാളികളിൽ എത്ര നേരമായി ഇവിടെ കുഴുങ്ങിയിരിക്കുകയാണെന്ന് പോലും അറിയാതെ ഒരു യുവതി തന്റെ ജീവൻ കയ്യിൽ പിടിച്ചു പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ചുറ്റും മഞ്ഞ്, അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ തണുത്തുറഞ്ഞ വെള്ളം മാത്രം. ഒരു നിമിഷം മതി ജീവനുള്ള ഒരാളെ ശവമാക്കാൻ. ഇവൾ എമിലി യഥാർത്ഥത്തിൽ ഒരു പ്രൊമോഷണൽ വീഡിയോ ഷൂട്ടിനായി തന്റെ ടീമിനൊപ്പം ഇവിടെ എത്തിയതാണ്. അവിടെ അവളുടെ ടെന്റിൽ വിശ്രമിക്കുമ്പോൾ ഒരു മഞ്ഞുവീഴ്ചയിൽ അവളുടെ ടെന്റ് മറ്റുള്ളവരിൽ നിന്നും അകന്നൊഴുകി നീങ്ങിപ്പോയി. കണ്ടു തുറന്നപ്പോൾ ടീമിനെ ആരെയും കാണാനില്ല. അവൾ മാത്രം തനിച്ച് ആ ചെറിയ മഞ്ഞുപാളിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയാണ്. പക്ഷേ ആ ഹെലികോപ്റ്റർ തെരയുന്നത് മഞ്ഞുമലകളിലും തീരത്തും മാത്രം. കാരണം എമിലി ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ അവിടെയായിരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഇതിലുമപ്പുറം അവൾ എവിടെ പോകാൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. വെള്ളത്തിൽ വീണാൽ ആ കൊടും തണുപ്പിൽ അവൾ ഇതിനോടകം മരിച്ചിരിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് അവർ കടലിലേക്ക് പോലും നോക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? എമിലി കടലിന്റെ നടുവിൽ ഒരു ചെറിയ മഞ്ഞുകഷ്ണത്തിൽ പെട്ടിരിക്കുന്നു, തന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്. അവളിപ്പോൾ ഇരിക്കുന്ന ആ മഞ്ഞുകഷ്ണം തന്നെയാണ് അവളുടെ രക്ഷയും, അതേസമയം അവളുടെ ഏറ്റവും വലിയ അപകടവും. കാരണം അവൾ ആ ഗ്ലേസിയറിൽ നിന്ന് താഴെ വീഴില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടീം ഇതിനകം അവളെ കണ്ടെത്തിയേനെ. ഗ്ലേസിയർ എന്നത് വളരെ നീണ്ടകാലം കൊണ്ട് മഞ്ഞടിഞ്ഞ് കട്ടിയായി രൂപപ്പെട്ട വലിയ ഐസ് നദി പോലെയുള്ള ഘടനയാണ്. പക്ഷേ എമിലി വീണത് സാധാരണ സ്ഥലത്തേക്കല്ല, ഒരു മഞ്ഞുപാളിയിലേക്കാണ്. ആ മഞ്ഞുപാളി പതുക്കെ ഒഴുകി അവളെ മനുഷ്യരെത്താത്ത ദൂരത്തേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടെ നിന്ന് അവൾ ജീവനോടെ തിരികെ പോകണമെങ്കിൽ ഒരത്ഭുതം തന്നെ സംഭവിക്കണം. കാരണം ഇനി എമിലിക്ക് നേരിടാനുള്ളത് വെറും തണുപ്പല്ല, അതികഠിനമായ തണുപ്പാണ്. പക്ഷേ ഈ പോരാട്ടത്തിൽ അവളെ സഹായിക്കുന്ന ചില കാര്യങ്ങളും അവളുടെ കൈവശമുണ്ട്. ആദ്യമായി അവൾ ബാഗിൽ നിന്നൊരു ക്യാപ്പ് എടുത്ത് ധരിക്കുന്നു. കാരണം അവിടെ വീശുന്നത് സാധാരണ കാറ്റല്ല, ജീവൻ പോലും തണുപ്പിച്ചു നിർത്തുന്ന കാറ്റാണ്. ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതോടെ അവൾക്ക് ദാഹം വരുന്നു. പക്ഷെ പ്രശ്നമെന്താണെന്നറിയാമോ? വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് എമിലി ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. അവളുടെ പക്കലൊരു പുസ്തകമുണ്ട്. പക്ഷെ അതൊരു സാധാരണ പുസ്തകമല്ല, അവളുടെ ജീവിതം തന്നെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഓരോ പേജിലും അവളുടെ വേദനകളുണ്ട്. അവൾ അതിൽ നിന്നൊരു പേജ് കീറിയെടുക്കുന്നു. പിന്നീട് ബൈനോക്കുലറിന്റെ ലെൻസ് സൂര്യപ്രകാശത്തിന് നേരെ പിടിച്ച് ആ പേപ്പറിൽ തീയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ഒരു കുപ്പിയുടെ അടപ്പിൽ മഞ്ഞ് ശേഖരിച്ച് ആ ചൂടിനു മുകളിൽ വെച്ച് അത് ഉരുക്കി വെള്ളമാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവൾ തന്റെ ദാഹം തീർക്കുന്നത്. പക്ഷെ അവളുടെ പക്കൽ ഇതിലും വിലപ്പെട്ട ഒന്നുണ്ട്, ഒരു ചെറിയ പെട്ടി. അതിൻ്റെ ഉള്ളിൽ അവളുടെ അനിയത്തി ആൻലിയുടെ ചിതാഭസ്മമാണ്. ആൻലി മരിക്കുമ്പോൾ അവൾക്ക് വെറും 7 വയസ്സായിരുന്നു, എമിലിക്ക് 10. മരിക്കുന്നതിന് മുൻപ് എമിലി അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്ത് നിന്നെ കൊണ്ടുവിടുമെന്ന്. ആ വാക്ക് പാലിക്കാൻ തന്നെയാണ് അവൾ ഈ ഗ്ലേസിയറിലേക്ക് വന്നത്. മഞ്ഞും വെള്ളവും ആകാശവും ഒന്നിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ച. അവിടെ വെച്ചാണ് അവളത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരു നിമിഷം കാൽ വഴുതി അവൾ നേരെ മഞ്ഞുപാളിയിലേക്ക് വീണ് ബോധം പോയി. കണ്ണു തുറന്നപ്പോൾ ആ മഞ്ഞുപാളി അവളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും മനുഷ്യരെത്താത്ത ദൂരത്തേക്ക് ഒഴുകിപ്പോയിരുന്നു. ഇപ്പോൾ അവൾ കുടുങ്ങിയിരിക്കുന്നത് അതിമനോഹരവും അത്ര തന്നെ ഭയാനകവുമായൊരു മരണവലയത്തിലാണ്. ഇനി അവൾക്ക് മുന്നിൽ ഒരു ചോദ്യം മാത്രം: എത്ര നാൾ എമിലിക്ക് ഇങ്ങനെ പോരാടാൻ കഴിയും? ആ ഡ്രൈ ഫ്രൂട്ട്സ് പാക്കറ്റ് ഒരു ദിവസം തീരും. അപ്പോൾ അവൾ എന്തു ചെയ്യും? അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ വീണ്ടും എമിലിയിലേക്ക് വരാം. മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടന്ന തന്റെ മൊബൈൽ ഫോൺ അവൾ തിരികെ കണ്ടെത്തുന്നു. അതൊരു പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഡിസ്പ്ലേ തകരാറിലായിരിക്കുന്നു. നെറ്റ്വർക്ക് അല്പമുണ്ടെങ്കിലും ആരെയും വിളിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഇത്തരം ചെറിയ കാര്യങ്ങളാണ് നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. എമിലിയുടെ ജീവിതവും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പകൽ സമയത്തെ സൂര്യൻ പോലും അവളെ സഹായിക്കുന്നില്ല. രാത്രിയിലെ ഇരുണ്ട മേഘങ്ങൾ അവളുടെ ആ അവസ്ഥയെ കൂടുതൽ ഭീകരമാക്കുന്നു. കഠിനമായ മഞ്ഞുവീഴ്ചയും കൊടുങ്കാട്ടും അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നു. പക്ഷേ എമിലി ഇനിയും തളർന്നിട്ടില്ല. അവൾ ബാഗിൽ നിന്നൊരു ടെന്റ് എടുത്ത് ആ മഞ്ഞുപാളിയിൽ എങ്ങനെയോ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ശക്തമായ കാറ്റതിന് തടസ്സമാകുന്നു. ഒരു നിമിഷം കൊണ്ട് ആ ടെന്റ് വലിഞ്ഞു കീറുന്നു. ഇനി അവൾക്കുള്ളതൊരു പുതപ്പ് മാത്രമാണ്. അതിൽ പൊതിഞ്ഞ് അവൾ ആ ഇരുണ്ട രാത്രിയെ നേരിടുന്നു. ആ രാത്രി തന്നെ മഞ്ഞുപാളിയുടെ ഒരു ഭാഗം കൂടി തകർന്നു വീഴുന്നത് അവളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. എങ്കിലും ഇനിയും അവൾക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലം കൂടിയുണ്ട്. അതുകൊണ്ട് അവൾ പ്രതീക്ഷ വിട്ടിട്ടില്ല.
അടുത്ത ദിവസം വീണ്ടും ആ റെസ്ക്യൂ ഹെലികോപ്റ്റർ എത്തുന്നു. അതവൾക്കൊരു പുതിയ പ്രതീക്ഷയാണ്. പക്ഷേ ഇന്നും അവർ തിരയുന്നത് മഞ്ഞുമലകളിലും തീരത്തും മാത്രം, അല്ലാതെ എമിലി ഉള്ളിടത്തല്ല. കഴിഞ്ഞ ദിവസത്തെ കൊടുങ്കാറ്റ് കണ്ട അവർ എമിലി ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ആ കൊടുങ്കാറ്റിൽ മരിച്ചിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലെത്തി. പക്ഷെ അവർക്കറിയാത്തൊരു സത്യമുണ്ട്. എമിലി ഇനിയും ജീവനോടെയുണ്ട്. അതിലും വലിയ കാര്യം, അവളുടെ ആത്മവിശ്വാസവും ഇനിയും തകർന്നിട്ടില്ല. അവൾ തന്റെ പുസ്തകം തുറന്ന് ഡേ 2 എന്നൊരു വരി എഴുതുന്നു. ഈ 48 മണിക്കൂറിൽ അവൾ ഓർത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ്. രണ്ടാം ദിവസം എമിലി ആദ്യം ഓർക്കുന്നത് തന്റെ അമ്മയെയും പിന്നീട് തന്റെ അനിയത്തിയെയുമാണ്. അതോടൊപ്പം തനിക്ക് അത്ര അടുത്ത ബന്ധമില്ലാത്ത എന്നാൽ താൻ വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ചും അവൾ ഓർക്കുന്നു. ധീരരെയും നിരപരാധികളെയും രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. ജീവൻ നിലനിർത്താൻ ശരീരം ചൂടാക്കി നിർത്തുന്നതിനായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നു. ഭക്ഷണത്തിനായി വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സിനെ തന്നെ ആശ്രയിക്കുന്നു. പക്ഷേ അത് എത്ര നാളത്തേക്കുണ്ടാകും? അതിനാൽ മീൻ പിടിക്കാനുള്ള ഒരു പുതിയ ശ്രമം അവൾ നടത്തുന്നു. അതിനുവേണ്ട ചൂണ്ട അവളുടെ പക്കലുണ്ടായിരുന്നു. അവൾ ചൂണ്ടയിട്ട് കാത്തിരുന്നെങ്കിലും ഒരു മീനും കിട്ടിയില്ല. മടുത്ത് അവൾ അവിടെ തന്നെ കിടന്നുപോയി. അപ്പോഴാണ് ആകാശത്തൊരു യാത്രാവിമാനം കാണുന്നത്. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ വിരിയുന്നു. അവൾ എഴുന്നേറ്റ് ആവേശത്തോടെ കൈവീശുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ആരും അവളെ കാണില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം. എങ്കിലും നിങ്ങൾ അവളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങളും അതേ കാര്യമായിരിക്കും ചെയ്യുക. കാരണം പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു അത്ഭുതം പോലെ എമിലിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയോടെ അവൾ ഓടിച്ചെന്ന് ഫോൺ എടുക്കുന്നു. പക്ഷേ അതൊരു AC വിൽക്കുന്ന ഒരാളുടെ കോളാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നാട്ടിൽ ചൂട് കൂടുതലായതിനാൽ പുതിയ AC വാങ്ങാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന് അവൻ പറയുന്നു. -34 തണുപ്പിൽ മരണത്തെ നേരിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു രക്ഷയുടെ ഫോൺ കോൾ വരികയും അത് വെറും ഒരു AC വിൽക്കാനുള്ള കോളാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നത് എത്രമാത്രം ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ. എമിലി അവനോട് താൻ അന്റാർട്ടിക്കയിലെ ഒരു മഞ്ഞുപാളിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും തന്നെ രക്ഷിക്കണമെന്നും പറയുന്നു. പക്ഷെ അവൻ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കാൻ പല കാരണങ്ങളും കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് പുതിയതാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ആ നിമിഷം എമിലിയുടെ പ്രതീക്ഷ വീണ്ടും തകർന്നടിയുന്നു. ആദ്യമായി എമിലിയുടെ കണ്ണുകളിൽ മരണഭയമാണ് നമ്മൾ കാണുന്നത്. രാത്രിയിലുണ്ടായ കൊടുങ്കാറ്റും കടലിലെ ഭീകരമായ തിരമാലകളും കൂടി എമിലി നിൽക്കുന്ന ആ ചെറിയ മഞ്ഞുപാളിയെ വീണ്ടും തകർക്കുന്നു. ഇപ്പോൾ അതിന്റെ 2 കഷ്ണങ്ങൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിസ്സഹായയായി എമിലി അവിടെയിരുന്നു. സമയം പോലും അവൾക്ക് മനസ്സിലായില്ല. എപ്പോഴാണ് പകൽ പോയതെന്നും എപ്പോഴാണ് രാത്രി വന്നതെന്നും അവൾ അറിഞ്ഞില്ല. ആ രാത്രി മുഴുവൻ അവളുടെ ചിന്തകളിൽ അനിയത്തി മാത്രമായിരുന്നു. അവളെ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്ത് വിടുമെന്ന വാഗ്ദാനം ഇപ്പോൾ തകരുന്നതുപോലെ അവൾക്ക് തോന്നി. നേരം വെളുത്തപ്പോൾ അവളുടെ മുന്നിലൊരു കപ്പൽ കാണുന്നു. അതൊരു കാർഗോ ഷിപ്പാണ്. ഒരു നിമിഷം തന്റെ ജീവൻ തിരികെ കിട്ടിയ പോലെ അവൾ വേഗം അകത്തുപോയി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സന്തോഷം നിമിഷങ്ങൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു കപ്പൽ പോലുമില്ല. അതവളുടെ തോന്നൽ മാത്രമായിരുന്നു. ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സും അവളെ വഞ്ചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഒരു തെറ്റായ തീരുമാനം ജീവൻ പോലും എടുത്തേക്കാം. മനം മടുത്ത് ദേഷ്യത്തോടെ എമിലി ആ മഞ്ഞുപാളിയിൽ ശക്തിയായി ചാടുന്നു. അടുത്ത നിമിഷം ആ മഞ്ഞുപാളി പൊട്ടി അവൾ നേരെ ആ കൊടും തണുത്ത വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ അനിയത്തിയുടെ ചിതാഭസ്മം മനോഹരമായ സ്ഥലത്ത് ഒഴുക്കണമെന്ന വാഗ്ദാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ചിന്ത അവളെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു. വാഗ്ദാനം നിറവേറ്റാതെ താൻ മരിക്കില്ലെന്നുറപ്പിച്ച് അവൾ എങ്ങനെയൊക്കെയോ വീണ്ടും മുകളിലേക്ക് ഉയർന്നുവരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഈ തണുപ്പിൽ ഇത് മരണത്തേക്കാൾ ഭീകരമാണ്. ഒരേയൊരു വഴി, നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി കമ്പിളി പുതപ്പിൽ പൊതിയുക. വിറയ്ക്കുന്ന കൈകളോടെ എമിലി അത് ചെയ്യുന്നു. പക്ഷേ അവളുടെ അവസ്ഥ ഇനിയും മോശമാകുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവൾ പതുക്കെ ടെന്റിനു പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ മുന്നിൽ തന്നെപ്പോലെ ഒറ്റപ്പെട്ട ഒരു കുഞ്ഞു ധ്രുവക്കരടി. ഒരു നിമിഷം ഭയം അവളുടെ മനസ്സിലേക്ക് ഓടിവന്നെങ്കിലും പിന്നീട് ആ കുഞ്ഞു കരടിയെ കണ്ട് അവൾക്കൊരു ദയ തോന്നുകയാണ്. എമിലി തന്റെ കൈവശമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അവന്റെ ഭാഗത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. ആ കുഞ്ഞ് സന്തോഷത്തോടെ അത് കഴിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം എമിലി ദൂരെ നിന്നും വരുന്ന അതിന്റെ അമ്മ കരടിയെ കണ്ടു. ഒരു വലിയ ധ്രുവക്കരടി. അതാണെങ്കിൽ നേരെ അവളുടെ ഭാഗത്തേക്ക് വരുന്നു. ഒരു സെക്കൻഡ് പോലും വൈകാതെ എമിലി ടെന്റിനുള്ളിലേക്ക് ഒളിക്കുന്നു. അതവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ടെന്റിനു മുകളിൽ അതിന്റെ ഭീകരമായ ആക്രമണം തുടങ്ങി. അവിടെ കിടന്നത് ആകെ അടിക്കുകയും മാന്തുകയുമെല്ലാം ചെയ്യുകയാണ്. ഓരോ ശബ്ദവും മരണത്തിന്റെ അടുത്തെത്തുന്ന പോലെ അവൾക്ക് തോന്നി. എന്നിട്ടും എമിലി അകത്ത് ഒരനക്കം പോലും ഇല്ലാതെയിരുന്നു. കാരണം ഒരു ചെറിയ ചലനം മതി മരണം ക്ഷണിച്ചു വരുത്താൻ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം ശാന്തമായിരിക്കുന്നു. ആ കരടി പോയി. ജീവൻ ഇനിയും അവളുടെ കയ്യിൽ തന്നെയുണ്ട്. പുറത്തു വന്നപ്പോൾ അവൾ കണ്ടത് വീണ്ടും അടർന്ന് ചെറുതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഞ്ഞുപാളി. അവളുടെ പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങുന്നു. പക്ഷെ അപ്പോഴാണ് ആകാശം ഒരത്ഭുതമായി മാറിയത്. നോർത്തേൺ ലൈറ്റ്സ്. അത്രയും മനോഹരമായൊരു കാഴ്ച. ഒരു നിമിഷം അവളെല്ലാം മറന്നു. ജീവിതം, വേദന, ഭയം എല്ലാം. അവൾ തന്റെ സ്നോ സ്യൂട്ട് ധരിച്ച് അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി.
ഒരു വിടവാങ്ങൽ. ആ നിമിഷത്തിൽ അവൾ അനിയത്തിയുടെ ചിതാഭസ്മം ആ ആകാശത്തിനടിയിലൊഴുക്കി. വാഗ്ദാനം പൂർത്തിയായി. അവൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലം അതുതന്നെയാണ്. അവൾക്ക് അവസാനമായി വിട നൽകി ടെന്റിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി അനിയത്തിയോട്. നീ ഇപ്പോൾ സ്വതന്ത്രയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഞാൻ നിന്നെ വിട്ടത്. അവൾ തന്നെയാണ് മറുപടിയും പറയുന്നത്. അതെ, ഈ ഏകാന്തത അവളെ അത്രത്തോളം തകർത്തിരിക്കുന്നു. സ്വന്തം ശബ്ദം കേൾക്കാൻ പോലും അവൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ ദിവസങ്ങളിൽ അവൾ കേട്ടത് ആ തണുത്ത കാറ്റിന്റെ ശബ്ദം മാത്രം. അപ്പോഴാണ് വീണ്ടും ഫോൺ റിംഗ് അടിക്കുന്നത്. ഹാരി. അതെ, അതേ AC സെയിൽസ്മാൻ. പക്ഷെ ഇത്തവണ വിളിച്ചത് വിൽപ്പനയ്ക്കല്ല. ജീവിതം അവനെയും തകർത്തിരിക്കുന്നു. എനിക്കിനി ജീവിക്കാൻ താൽപ്പര്യമില്ല, അവൻ പറയുന്നു. ജോലിയിൽ ആരും ബഹുമാനിക്കുന്നില്ല. എല്ലാവരും ചീത്ത വിളിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം, എമിലി അവൾ മാത്രമാണ് അവനോട് മര്യാദയോടെ സംസാരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് അവൻ തന്റെ അവസാന നിമിഷങ്ങളിൽ ആരോടെങ്കിലും സംസാരിക്കാൻ അവളെ വിളിച്ചത്. എത്ര വിചിത്രമാണ്! ഒരു വശത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ജീവിതം, പക്ഷേ ജീവിക്കാൻ താൽപ്പര്യമില്ല. മറുവശത്ത് മരണത്തിന്റെ നടുവിൽ 5 ദിവസമായി ഒരു രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന എമിലി. ജീവിതത്തിന്റെ 2 മുഖങ്ങൾ. പക്ഷേ അതിലും അത്ഭുതകരമായ കാര്യമെന്താണെന്നറിയാമോ? എമിലി തന്റെ യഥാർത്ഥ അവസ്ഥ അവനോട് പറഞ്ഞില്ല. അവൾ ചിരിച്ച് ഹാരിയോട് സംസാരിച്ചു. ആ ശബ്ദം അവൾക്കൊരാശ്വാസമായി. 5 ദിവസത്തിനു ശേഷം മറ്റൊരു മനുഷ്യന്റെ ശബ്ദം അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഹാരി തന്റെ കഥ പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഈ ലോകത്തൊറ്റപ്പെട്ടുപോയി. അവന് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പണമില്ലാത്തപ്പോൾ സ്വപ്നങ്ങൾ മറഞ്ഞുപോകും. ഇപ്പോൾ ഓരോ ദിവസവും മറ്റുള്ളവരുടെ ചീത്തവിളി കേൾക്കേണ്ടി വരുന്ന ഒരു ജീവിതം. അതാണ് അവന്റെ യാഥാർത്ഥ്യം. ആൾക്കാരെന്താണ് പറയുന്നത് അവന് പോലും അറിയില്ല. പക്ഷെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. എല്ലാം അവസാനിപ്പിക്കണം. ഹാരി ഇപ്പോൾ അതിന്റെ വക്കിലാണ്. അവന് തോന്നുന്നത് എമിലി ഭാഗ്യവതിയാണ്. വലിയ വീടുകൾ, പണം, ആശങ്കകളില്ലാത്ത ജീവിതം. പക്ഷെ സത്യം എമിലിക്ക് മാത്രമേ അറിയൂ. അവൾ പതുക്കെ തന്റെ കഥ പറയാൻ തുടങ്ങുന്നു. ഒരു ദിവസം ഞാനും എന്റെ അനിയത്തിയും കളിക്കുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അവൾ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. പക്ഷെ എനിക്ക് ഓട്ടമത്സരം നടത്താനായിരുന്നു താൽപ്പര്യം. ഞാൻ ഓടാൻ തുടങ്ങി. പക്ഷെ അവൾ ഓടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇന്നും എന്നെ വേട്ടയാടുന്നു. ഞാൻ അവളെ പേടിത്തൊണ്ടി എന്ന് വിളിച്ചു. ആ വാക്ക് കേട്ടതും അവളും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത്. ഒരു മിന്നൽ നേരെ അവളുടെ മേൽ. ഒരു നിമിഷം എല്ലാം അവസാനിച്ചു. അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. അന്നുമുതൽ എമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറ്റബോധത്തോടെയാണ്. എല്ലാമുണ്ടെങ്കിലും എന്റെ അടുത്തൊന്നുമില്ല. സംസാരിച്ച് രാത്രി വെളുക്കാരായി. ഇപ്പോൾ ഹാരിക്ക് സത്യം മനസ്സിലായി. എമിലി ശരിക്കും മഞ്ഞിനിടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവളുടെ സുഹൃത്തുക്കളുടെ പോസ്റ്റുകൾ കണ്ടപ്പോൾ അവൻ ഉറപ്പായി. അവൻ പറയുന്നു, റെസ്ക്യൂ നിർത്തിയെന്ന്. കാരണം അവർക്ക് കിട്ടിയത് അവളുടെ ചുവന്ന സ്കാർഫ് മാത്രമാണ്. അതോടുകൂടി അവർ ഉറപ്പിച്ചു, നിങ്ങൾ മരിച്ചുവെന്ന്. ആ വാക്കുകൾ കേട്ട് എമിലി ഭയത്തോടെ പറഞ്ഞു, വേഗം പോകൂ, എല്ലാവരോടും പറയൂ ഞാൻ ജീവനോടെയുണ്ട് എന്ന്. പക്ഷേ അവൾ അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുമ്പ് വലിയൊരു അപകടം അവളെ കാത്തിരുന്നു. ഒരു വലിയ ഷിപ്പിംഗ് കണ്ടെയ്നർ നേരെ അവളുടെ മഞ്ഞുപാളിയിലേക്കിടിക്കുന്നു. അടുത്ത നിമിഷം അവൾ വീണ്ടും ഒരു ചെറിയ മഞ്ഞുപാളിയിലേക്ക് തെറിച്ചു വീഴുന്നു. ഇനി ജീവിക്കാൻ അവൾ മറ്റൊരു വലിയ മഞ്ഞുപാളിയിലേക്കെത്തണം. അതിനായി അവൾ ചാടുന്നു. പക്ഷെ വീഴുന്നത് തന്റെ സാധനങ്ങളുടെ മുകളിലേക്ക് തന്നെയാണ്. അവളുടെ സ്കേറ്റിംഗ് ഷൂസ് നേരെ അവളുടെ വയറ്റിലേക്ക് കുത്തിക്കയറുന്നു. വേദന കൊണ്ട് അവൾ അലറുകയാണ്. പക്ഷെ ആ ശബ്ദം കേൾക്കാൻ ആരുമില്ല. മീൻ പിടിക്കുന്ന ചൂണ്ടയുടെ കൊളുത്തുപയോഗിച്ച് തന്റെ മുറിവ് അവൾ തന്നെ തുന്നുന്നു. അത്രയും വേദനയോടെയാണ് അവൾ അത് ചെയ്യുന്നത്. പിന്നീട് അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. കാരണം ഇനി അവൾക്ക് ചെയ്യാൻ ഒന്നുമില്ല. ആ ഇടിയിൽ അവളുടെ ഫോൺ എല്ലാം വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു പ്രതീക്ഷ പോലും അവളുടെ മുന്നിലില്ല. അപ്പോഴാണ് ഒരു മീൻ വന്ന് അവളുടെ അടുത്തേക്ക് വീഴുന്നത്. ഒരു നിമിഷം എമിലി അതുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അതെ, ഒരു മനുഷ്യൻ സ്വയം തോറ്റുപോകുന്ന സമയത്ത് തന്നെ കേൾക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും സുഹൃത്താക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തകർന്നു പോകുന്ന ആൾക്കാരുടെ കൂടെ നായ്ക്കൾ കൂടുതലായി ഉണ്ടാവുന്നത്. കാരണം അവർക്കൊരു ശബ്ദം വേണം, ഒരു സാന്നിധ്യം വേണം. എമിലിയും ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. അവൾ ആ മീനോട് മാപ്പ് പറയുന്നു. എനിക്ക് നിന്നെ ഭക്ഷിക്കേണ്ടി വരും. പക്ഷേ അവൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. മീനിന്റെ ഓരോ പിടയിലും അവൾക്കൊരു സംഭാഷണമായി മാറുന്നു. അവസാനം അത് അനക്കം നിർത്തുമ്പോൾ അവൾ വേഗം അതിനെ വീണ്ടും വെള്ളത്തിലേക്കെറിഞ്ഞു. അതെ, അവൾ അതിനെ രക്ഷപ്പെടുത്തി. ആ ഒരു നിമിഷം എമിലി ആഗ്രഹിച്ചു പോവുകയാണ്, ഞാനും ഒരു മീനായിരുന്നെങ്കിലെന്ന്. കാരണം അത്രയ്ക്ക് ദാഹവും വിശപ്പും കൊണ്ട് അവളുടെ ശരീരം ഉരുകുകയായിരുന്നു.
ഒടുവിൽ ഗതികെട്ട് അവൾ ആ കടൽവെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഇനി അവളുടെ മുന്നിൽ ഒരു വഴിയുമില്ല എന്നുറപ്പിച്ച നിമിഷം. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. പെട്ടെന്ന് ആകാശത്തുനിന്നും മഴ പെയ്യാൻ തുടങ്ങുന്നു. ദൈവം അവളെ കൈവിട്ടിട്ടില്ല. ആ മഴവെള്ളം ആവോളം കുടിച്ച് അവൾ തന്റെ ദാഹം തീർക്കുന്നു. എങ്കിലും അവൾക്കറിയാമായിരുന്നു, ഒരുപക്ഷേ തന്റെ ജീവിതത്തിലെ അവസാന തുള്ളി വെള്ളമായിരിക്കുമിതെന്ന കാര്യം. പിറ്റേന്ന് അവൾ കണ്ണു തുറക്കുമ്പോൾ ചുറ്റും വെള്ളം മാത്രമായിരുന്നു. ആ മഞ്ഞുപാളി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ച് അവൾ പതുക്കെ ആ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയാണ്. എല്ലാം ഇവിടെ തീരുകയാണെന്ന് നമ്മൾ കരുതിയ നിമിഷം അതാ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഒരു ഹെലികോപ്റ്റർ അവിടെ എത്തുകയാണ്. അതെ, നമ്മുടെ രക്ഷകൻ ഹാരി അവിടെ എത്തിക്കഴിഞ്ഞു. ഹാരി സ്വന്തം ജീവൻ മാത്രമല്ല, എമിലിയുടെ ജീവിതം കൂടിയാണ് അവിടെ തിരിച്ചുപിടിച്ചത്. അവൻ അവളെ സുരക്ഷിതമായി അവിടെ നിന്നും രക്ഷപ്പെടുത്തി. കാലം കുറേ കടന്നുപോയി. എമിലി ഇപ്പോൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. പിന്നീട് അവൾ തന്റെ അനിയത്തി മരിച്ച സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ വെച്ച് അവൾ അനിയത്തിയോട് മനസ്സു തുറന്ന് ക്ഷമ ചോദിച്ചു. വർഷങ്ങളായി തന്റെ ഉള്ളിൽ പേറിയിരുന്ന ആ വലിയ കുറ്റബോധത്തിന്റെ ഭാരം അവൾ അവിടെ ഇറക്കിവെച്ചു. ശേഷം അവൾ നമ്മുടെ ഹാരിയെ ഫോണിൽ വിളിക്കുകയാണ്. അവർ തമ്മിൽ ഇനി നേരിട്ട് കാണാൻ പോവുകയാണ്. തകർന്നുപോയ 2 ജീവിതങ്ങൾക്കിടയിൽ ഇപ്പോൾ പുതിയൊരു പ്രത്യാശയുടെ വെളിച്ചം വന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന കുറച്ചു സമയം മാത്രം മതി അവരുടെ ജീവിതം തന്നെ മാറിമറിയാൻ എന്ന് എമിലിയും ഹാരിയും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. അടുത്ത ഒരു കിടിലൻ മൂവി എക്സ്പ്ലനേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.